ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് എന്താ ഉച്ചയ്ക്ക് ഉപ്പേരി വെക്കുകയെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഉമ്മച്ചി പറഞ്ഞത് 2 വാഴത്തട്ടി ഉണ്ടായിരുന്നു, 2 കൂടെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ വെച്ച് നമുക്ക് ഉപ്പേരി ആക്കായിരുന്നു എന്ന്. അപ്പോൾ ഞാനും മക്കളെയും കൂട്ടിയിട്ട് മുന്നിലുള്ള പറമ്പിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ വാഴത്തട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കവുങ്ങുന്തോട്ടാണെങ്കിലും ഇത് വേറൊരു കാക്ക ഇപ്പോൾ പാട്ടത്തിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഐശു ഞങ്ങളുടെ കൂടെ വരാൻ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ പഴയ വാഴകളൊക്കെ പോയിട്ടുണ്ട്, അപ്പോൾ പുതിയത് ഇവർ വെച്ച് പിടിപ്പിച്ചിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പറമ്പിലുള്ള പമ്പ് ഹൗസാണ്. ഇപ്പം അത് പണിക്കാർ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ചാല് വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ നീമോള് വേഗം അത് ചാടി കിടന്നു കേട്ടോ. പിന്നെ മിന്നുവിന് പിന്നെ ധൈര്യം കുറച്ച് കൂടുതലായതുകൊണ്ട് മിന്നു പറഞ്ഞു ഞാൻ അപ്പുറത്തു കൂടെ വരാമെന്ന് പറഞ്ഞ വടിയൊക്കെ നീമോളെ കൈ കൊടുത്തിട്ട് മിന്നു അപ്പുറത്തൂടെ പോയിട്ടോ. അപ്പോൾ ഇത് അഴുക്ക് വെള്ളം നല്ല കേട്ടോ, നല്ല വെള്ളമാണ്. മേലെന്ന് അവർ തിരിച്ച് വിടുന്ന വെള്ളം കേട്ടോ ഈ പറമ്പിലേക്ക്. അപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. അപ്പോൾ ഞാനന്ന് കാലിട്ടപ്പോൾ നീമോളും കാലിടണമെന്ന് പറഞ്ഞാൽ നീമോളും കാലിട്ട് അങ്ങതാ നല്ല കണ്ണീര് പോലത്തെ വെള്ളമായിരുന്നേ. അപ്പം ഞാനൊന്നും ഇങ്ങനെ വെള്ളമിട്ട് കളിച്ചപ്പോൾ നീമോൾ ഇതേപോലെ കളിക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ ഐശുവിൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഐശുവിൻ്റെ ഒപ്പച്ചി അതാ വന്നപ്പോൾ ഐശുവിനെയും കൊണ്ട് സ്കൂട്ടിയിൽ ഒന്ന് ചുറ്റിക്കറങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങളോട് വരാനുള്ള കരച്ചിൽ അവിടെ നിന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പറിക്കാൻ വന്നതായി വാഴത്തട്ടി പറിക്കാനാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇതിന് ഞങ്ങളിവിടെ വാഴത്തട്ടിന്നും വാഴക്കൂമ്പ് എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതൊന്നും ഒന്ന് കിട്ടിയിട്ട് കാര്യമില്ല. ഇത് 2-3 കിട്ടിയാൽ കേട്ടോ ഒരു ഉപ്പേരിക്കുള്ള ഉണ്ടാവുള്ളൂ. ഇത് നമ്മുടെ ഈ പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ കേട്ടോ, വഴിക്കും തോറും ഉള്ളിൽ തോലായിരിക്കും. അപ്പോൾ കുറേ തോല് കളഞ്ഞ് അടിയിൽ കുറച്ച് നല്ല ഭാഗം മാത്രമായിട്ട് നമ്മൾ ഉപ്പേരിക്ക് എടുക്കുള്ളൂ. നല്ല കറയുള്ള സാധനമാണ്. അപ്പോൾ മിന്നിനോട് മേത് കറ ആക്കല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ചെറുതായപ്പോൾ ഞങ്ങൾ ഇനിയും കിട്ടുമെന്ന് നോക്കട്ടെ വെച്ചിട്ട് മുന്നോട്ട് നടന്നിട്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അടുത്ത് വെച്ചിട്ടുള്ള വാഴകളാട്ടോ. ഈ പറമ്പിൽ ഭയങ്കര പന്നിശല്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള കമ്പിയൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. കവുങ്ങൊക്കെ പറ്റ നാശമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പിന്നെ ഇങ്ങനെ പറമ്പിലൂടെയൊക്കെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിട്ട് ഇങ്ങനെ നടക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ചെറുതും കൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ പറക്കിയിട്ട് പറഞ്ഞാൽ അതും പറിച്ചപ്പോൾ അത് പറ്റ ചെറുതായി പോയിട്ടോ. അപ്പോൾ ഒരു പേരിക്ക് വേണമെങ്കിൽ 2-3 വേണമല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതും പറിച്ചിട്ട് ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോയിട്ടോ. വേറെ ഒന്നും കൂടെ കിട്ടുമെന്ന് നോക്കട്ടെ ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചിട്ടാട്ടോ പറിക്കുന്നത്, ചോദിക്കാണ്ടെന്നല്ലേ. അപ്പോൾ അത് മിന്നുമാണ് കേട്ടോ അതിൻ്റെ തോല് പൊളിക്കുന്ന ആൾ. ഇനിയിപ്പോൾ ആ ഡ്രസ്സ് മൊത്തവും ഇന്ന് കറയാക്കും. അല്ലെങ്കിലേ ഒരു ഡ്രസ്സിൽ സ്കൂൾ തുറക്കുമ്പോഴത്തേക്കിനും എല്ലാ ഡ്രസ്സിലും കറയാക്കുന്ന ആൾക്കാരാണ്. ഒരു കളിക്കാൻ ഇങ്ങോട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആ ഡ്രസ്സിൻ്റെ കോലം പറയേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ഞാനിവരെ വൈകുന്നേരം ആട്ടോ ലീവുള്ള ദിവസങ്ങളിൽ കുളിപ്പിക്കൽ, വൈകുന്നേരം കുളിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയപ്പോൾ അപ്പുറത്തൊന്ന് കണ്ടു. അപ്പോൾ അതും കൂടെ പറിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതും കൂടെ പറിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നാക്കലും ക്ലീൻ ചെയ്യലൊക്കെ ഉമ്മച്ചീൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇതിന്മേൽ വേഗം കറ ആകുന്നതും കൊണ്ട് ഞാനിത് നന്നാക്കാമെന്നിരിക്കല്ലോ. ഉമ്മച്ചിയാണിത് നന്നാക്കലും അരിയലൊക്കെ. അപ്പോൾ ഇത് വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെക്കണം എന്ന് ഉമ്മച്ചി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ 3 കിട്ടിയപ്പോൾ 2 വീട്ടിലും ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ. ഇതിൻ്റെ കറ കളയിട്ട് പറഞ്ഞിട്ട് നീമോൾ എന്തായാലും കാട്ടും. നമ്മൾ ഈ മാങ്ങൻ്റെ ചൊന കളയാൻ വേണ്ടി മരത്തിലൊക്കെ ഉരക്കുമല്ലോ, അതേമാതിരി ഉരച്ച് വെക്കട്ടെ എന്ന് പറഞ്ഞാൽ നീമോൾ 2 എടുത്ത് പോയി. അപ്പോൾ മിന്നു തോല് പൊളിക്കുന്ന ഇടയിൽ നീ എടുത്ത് പോയത് കണ്ടില്ല കേട്ടോ. പിന്നെ ടോൾ എടുത്ത് പോയത് കണ്ടത്. അപ്പോൾ അത് തിരിച്ച് വാങ്ങാനുള്ള ഓട്ടമായിരുന്നേ. ഇവർ രണ്ടാളും പിന്നെ അടി കൂടാൻ തുടങ്ങിയാൽ പിന്നെ ഇത്രയും നല്ല കുട്ടികൾ വേറെ എവിടെ ഉണ്ടാവില്ല. അങ്ങനെ പിടിച്ച് വലിച്ച് വാങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ രണ്ടാളും അത് പിടിച്ചൊരു ഫോട്ടോ ഒക്കെ എടുക്കട്ടെ പറഞ്ഞാൽ രണ്ടാളും നിന്നൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സൺഡേ സ്പെഷ്യൽ ഉച്ചയ്ക്ക് നമ്മുടെ ഉപ്പേരിയും നല്ല ബീഫ് കറിയും പപ്പടവും നല്ല കായുപ്പേരിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.